അപ്പോൾ നമുക്ക് ഇന്ന് ബോർഡ് റിവിഷൻ ടെസ്റ്റ് സീരീസിൻ്റെ അടുത്തൊരു ലൈവിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്ന് നമുക്ക് ബോട്ടണിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേപോലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയറിലൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള, ഒരുപാട് തവണ എംഫസൈസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിക്കറിയാം നിങ്ങളുടെ ബോർഡ് റിവിഷൻ ആയിട്ട് ഒരുപാട് സ്ട്രെസ്സിലൊക്കെ ആയിരിക്കുമെന്ന്. കുഴപ്പമില്ല, നമുക്ക് റിവിഷൻ സീരീസ് വഴി അത് തിരുത്താനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why do plants like viola and oxalis give assured seed sets even in the absence of pollinators? Also, this has one more part. When an orange seed is squeezed, many embryos of different shapes and sizes are observed. Why? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് രണ്ട് പാർട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാർട്ട് നമുക്ക് ചെയ്ത് നോക്കാം. Why do plants like viola and oxalis? You know, viola and oxalis പ്ലാന്റ് ഒരു പ്രത്യേകത ഉണ്ട്. അവർ ഓക്സാലിസും വയോളയും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് നമ്മുടെ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. അപ്പോൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അവർക്ക് എപ്പോഴും സെൽഫ് പോളിനേഷനിലേക്ക് നടക്കുക. അതിന് നമുക്കൊരു പോളിനേറ്റിംഗ് ഏജന്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സോ ദ റീസൺ ഫോർ ദേ ഗിവ് അഷ്വേർഡ് സീഡ് സെറ്റ് ഈസ് ദേ ആർ പ്രൊഡ്യൂസിങ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. അത് മതി, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയി. ഇനി രണ്ടാമത്തെ പാട്ടിലുള്ള ഉത്തരം, when an orange seed is squeezed, many embryos of different shapes and sizes are observed. Why? What's the reason? We know many embryos are there in the same. ഒരു സീഡ് തന്നെ ഒരുപാട് എംബ്രിയോസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ ആണ് എന്ത്? പോളി എംബ്രിയോണി. പോളി എംബ്രിയോണി കോമൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന സീഡ്സ് ആണ് സിട്രസ് സീഡ്സ് അല്ലേ? അപ്പോൾ പോളി എംബ്രിയോണി കോമൺ ആയിട്ട് കാണുന്ന ഒരാളാണ് സിട്രസ്. അപ്പോൾ രണ്ട് പാർട്ടിനുള്ള ഉത്തരമായല്ലോ. ഫസ്റ്റ് പാർട്ട്, വയോള ആൻഡ് ഓക്സാലിസ് ഗിവ് അഷ്വേർഡ് സീഡ് സെറ്റ്സ് ബിക്കോസ് ദേ പ്രൊഡ്യൂസ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. Second one, why many embryos of different shapes or sizes are observed in citrus is they shows polyembryony. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. രണ്ടിന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ 4 അഡ്വാൻറ്റേജസ് ഓഫ് സീഡ് ഫോർമേഷൻ ഇൻ ആൻജിയോസ്പെർംസ്. ആൻജിയോസ്പെർംസിൽ സീഡ് ഫോർമേഷൻ ഉള്ളതുകൊണ്ട് ആൻജിയോസ്പെർംസിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കറിയാം ആകെ 2 ടൈപ്പ് പ്ലാന്റ്സേ സീഡ് ഹാബിറ്റ് കാണിക്കുന്നുള്ളൂ. ഒന്ന് ആൻജിയോസ്പെർംസും പിന്നെ ഒന്ന് ജിംനോസ്പെർംസും. ഇങ്ങനെ സീഡ് ഹാബിറ്റ് കാണിക്കുന്നത് കൊണ്ട് ഈ പ്ലാന്റ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 4 അഡ്വാൻറ്റേജസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. 1 by 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ, ഈ സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലേ? സോ ദാറ്റ് വിൽ ക്രിയേറ്റ് ജനറ്റിക് വേരിയേഷൻ. ജനറ്റിക് വേരിയേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീഡിന് ഒരു പ്രൊട്ടക്റ്റീവ് ഹാർഡ് ആയിട്ടുള്ള സീഡ് കോട്ട് ഉണ്ട്. ആ സീഡ് കോട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എംബ്രിയോക്ക് ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അത് ഡെവലപ്പ് ചെയ്യുന്നവരെ കിട്ടും. അപ്പം എയ്ഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ എംബ്രിയോ. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ദ സീഡ് ഈസ് ആക്ച്വലി പ്രൊവൈഡിങ് ന്യൂട്രീഷൻ ടു ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഈ എൻഡോസ്പെർമും കോട്ടിലിഡനൊക്കെ അല്ലേ നമ്മുടെ ഡെവലപ്പിംഗ് എംബ്രിയോക്ക് എന്താ പറയുക റിസർവ്സ് ഫുഡായിട്ട് കൊടുക്കുന്നത്, നറിഷ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ പ്രൊവൈഡ്സ് nourishment to embryo. മൂന്നാമത്തെ റീസൺ അല്ലെങ്കിൽ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. നാലാമത്തെ അഡ്വാൻറ്റേജ്, ഈ സീഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സീഡ് നമുക്ക് ബെറ്റർ ആയിട്ട് ഡിസ്പേഴ്സൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ അവരുടെ സ്പോർ ഡിസ്പേഴ്സൽ, കെമിക്കൽ ഡിസ്പേഴ്സൽ അത്രത്തോളം അഡ്വാൻറ്റേജ് അല്ല. അതേസമയം സീഡ് ഡിസ്പേഴ്സൽ ആകുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ആ എംബ്രിയോ അത്രയ്ക്കും പ്രൊട്ടക്റ്റഡ് ആണ്. സോ ദാറ്റ് പ്രൊവൈഡ്സ് എയ്ഡ്സ് ടു ഡിസ്പേഴ്സൽ, ബെറ്റർ ഡിസ്പേഴ്സൽ. അപ്പോൾ പ്ലാന്റ്സിന് ഒരുപാട് പ്ലേസിൽ പോയിട്ട് അവിടെയൊക്കെ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദീസ് ആർ ദ 4 അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിംഗ് സീഡ്സ് ടു ദ ആൻജിയോസ്പെർംസ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എൻഷുർ ആയിട്ട് കിട്ടുന്ന 4 മാർക്സ് ആണ്. ഇനി അടുത്ത പാർട്ട്, ഡ്രോ എ ഡയഗ്രാം ഓഫ് എ ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്ക് ഓഫ് ആൻ ആൻജിയോസ്പെർംസ് ആൻഡ് ലേബൽ എനി 4 പാർട്സ്. അപ്പോൾ ഒരു ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ ആണ്, ശ്രദ്ധിക്കണേ. ഡയറക്റ്റ്ലി നമ്മൾ കോമൺലി കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ഒരു എംബ്രിയോ സാക്കിന്റെ ഡയഗ്രാം വരച്ചിട്ട് അതിലെ പാർട്സ് ലേബിൾ ചെയ്യാനായിരിക്കും. പക്ഷേ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ ആണ്. അതായത് ഫെർട്ടിലൈസേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ എംബ്രിയോ സാക്കിന്റെ ഡയഗ്രാം. അപ്പം ഞാൻ ജസ്റ്റ് ആ ഡയഗ്രാം ഇവിടെ നിന്ന് വരച്ചു തരാം. ജസ്റ്റ് നമ്മൾ ആ എംബ്രിയോ സാക്കിന്റെ ഔട്ട്ലൈൻ വരയ്ക്കാം. എന്നിട്ട് ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അത് കാണിക്കുക. സോ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് എന്തായിരിക്കും? പ്ലോയിഡി.
triple fusion result ആണ്. So that will be 3n, triploid condition. Then we will be having our zygote. Ploidy, diploid. Male gamete female gamete കൂടെ ഫ്യൂസ് ചെയ്യുന്നല്ലേ, അപ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ട് കിട്ടും. ഈ സൈഗോട്ടിന്റെ കൂടെ തന്നെ എഗ് അപ്പാരറ്റ്സിൽ നമ്മൾ വരുന്ന ആൾക്കാരാണ് എന്ത്, സിനർജിഡ്സ്. പക്ഷെ അത് പോയപ്പോഴേക്കും ഫെർട്ടിലൈസ് ആകുമ്പോഴത്തേനും ഈ സിനർജിഡ്സ് ഡീജനറേറ്റ് ആവും. സോ ഡീജനറേറ്റിംഗ് സിനർജിഡ്സ് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യണേ. നിങ്ങൾ സിനർജിഡ്സ് എന്ന് വെറുതെ എഴുതി ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഡീജനറേറ്റിംഗ് സിനർജിഡ്സ് തന്നെ എഴുതണം, കാരണം ആഫ്റ്റർ ഫെർട്ടിലൈസിംഗ് ആണ് ഡീജനറേറ്റിംഗ് സിനർജിഡ്സ്. അതുപോലെ തന്നെ നമ്മുടെ ചലാസൽ വെന്റിൽ നമുക്ക് എന്തുണ്ട്, ആന്റിപോഡൽ സെൽസും ഉണ്ട്. ആന്റിപോഡൽ സെൽസും ഡീജനറേറ്റ് ആയിട്ട് കാണിക്കണം. ഡീജനറേറ്റിംഗ് ആയിട്ടുള്ള ആന്റിപോഡൽസ്. അപ്പൊ ഇത്രയും പാർട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി, ഒരു ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്കായി. നോർമലി വരാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്കിന്റെ പിക്ചർ വരയ്ക്കുക എന്നുള്ളത്. പക്ഷെ വരാം. ഓക്കെ, നോർമലി നമ്മൾ വരുന്ന ഒരു ജനറൽ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. ഒരു ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എംബ്രിയോ സാക്ക് എങ്ങനെ ഇരിക്കും? It will be having a primary endosperm nucleus, it will be having a zygote, and all other parts like the synergids as well as antipodals will be degenerating. അപ്പം ഇതൊരു 4 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്ക് ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explain the process of double fertilization in an angiosperms, starting from the germination of pollen grains on the stigma, mentioning the ploidy of the end product formed at the end. State the role of synergids during the course of the process. ഓക്കെ, ഈ ക്വസ്റ്റിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം, രണ്ടാമത്തത് സിനർജിഡ്സിന്റെ റോൾസ് എന്താണ്. അപ്പൊ നമുക്ക് രണ്ടും ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം പോളൻ ജെർമിനേഷൻ ആണ്. So pollen tube will form. Pollen tube formation. പോളൻ ട്യൂബ് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മുടെ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്തിട്ട് വെജിറ്റേറ്റീവ് സെല്ലിൽ പോളൻ ട്യൂബ് ഫോം ചെയ്തിട്ട് അത് എങ്ങോട്ട് ഗ്രോ ചെയ്ത് തുടങ്ങും, നമ്മുടെ ഓവറിയിലുള്ള എംബ്രിയോ സാക്കിലേക്ക് ഗ്രോ ചെയ്ത് തുടങ്ങും. ആ ഒരു ഗ്രോത്ത് കീമോട്രോപ്പിക്ക, മീൻസ് അത് കെമിക്കൽ സ്റ്റിമുലസിനനുസരിച്ചിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ആ ടൈപ്പ് കെമിക്കൽ മൂവ്മെന്റ് കാണിക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആക്ച്വലി സിനർജിഡ്സിലുള്ള ഫിലിഫോം അപ്പാരറ്റസ് ആണ്. അപ്പൊ സിനർജിഡ്സിന്റെ റോൾ എന്താണ്? സിനർജിഡ്സ് ആക്ച്വലി വാട്ട് ദേ വിൽ ഡു, ദേ വിൽ guide the pollen tube, guide the pollen tube into the ovule. പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് കീമോട്രോപ്പിക് ആണ്, അത് കെമിക്കൽ സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന പാർട്ടാണ്. അപ്പൊ ആ കെമിക്കൽ സിന്തസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രേറ്റ് ചെയ്യപ്പെടുന്നത് ഫിലിഫോം അപ്പാരറ്റസ് എന്നാണ്. ഫിലിഫോം അപ്പാരറ്റസ് സിനർജിഡ്സിന്റെ പാർട്ടായിട്ട് വരുന്ന. അപ്പൊ സിനർജിഡ്സിന്റെ റോൾസ് എന്താണെന്ന് ചോദിച്ചാൽ ദേ വിൽ ഹെൽപ്സ് ഇൻ ദ ഗൈഡിങ് ഓഫ് പോളൻ ട്യൂബ് ടുവാർഡ്സ് ദ എംബ്രിയോ സാക്ക്. ഇനി ഇത് മുഴുവനായിട്ടില്ല. സോ പോളൻ ട്യൂബ് ഫോം ചെയ്യും. രണ്ടാമത്, ഇൻ കേസ് നമുക്കറിയാം പോളൻ ഗ്രെയിൻസ് 2 സെൽ സ്റ്റേജിൽ അതുപോലെ തന്നെ 3 സെൽഡ് സ്റ്റേജിലും റിലീസ് ആവുന്നുണ്ട്. 2 സെൽഡ് സ്റ്റേജ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഹാവിംഗ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. 2 സെൽഡ് സ്റ്റേജിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ദ ജനറേറ്റീവ് സെൽ ഹാസ് ടു അണ്ടർഗോ 1 more മൈറ്റോസിസ് ടു ഫോം വാട്ട്, 2 മെയിൽ ഗമീറ്റ്. അപ്പൊ 2 സെൽഡ് സ്റ്റേജിലാണ് അവർ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നതിന് കൂടെ തന്നെ അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നതിന് കൂടെ തന്നെ ആ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്യും. സോ ദ ജനറേറ്റീവ് സെൽ of pollen grain ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതണം ഇൻ 2 സെൽഡ് സ്റ്റേജ് ആണെങ്കിൽ 2 സെൽഡ് സ്റ്റേജിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ റിലീസ് ആവുന്നുണ്ടെങ്കിൽ pollen grain divides and form 2 male gamete.
അപ്പോൾ പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ഈ ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമീറ്റ് കൂടെ ഉണ്ടാവും. ഇനി 3 സെൽഡ് സ്റ്റേജ് ആണെങ്കിലോ ഈ സ്റ്റെപ്പ് ഓൾറെഡി ഡൺ ആണ്. അതായത് പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അവർ മെയിൽ ഗമീറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് 3 സെൽഡ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ആവശ്യമില്ല, 2 സെൽഡ് സ്റ്റേജിലാണെങ്കിൽ ആവശ്യമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 2 മെയിൽ ഗമീറ്റ് ഫോം ചെയ്തല്ലോ, ഈ പോളൻ ട്യൂബ് എന്നിട്ട് നമ്മുടെ സിനർജിഡ്സ് ഇല്ലേ, സിനർജിഡ്സ് ഒരു സിനർജിഡ് ഡീജനറേറ്റ് ആവും. ആ ഡീജനറേറ്റ് ആവുന്ന സിനർജിഡ്സ് ഉള്ളിൽ നമ്മളെ പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിലേക്ക് എൻ്റർ ചെയ്യും. സോ പോളൻ ട്യൂബ് enters to embryo sac through one of the degenerating synergid. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോളൻ ഗ്രെയിൻ ഫോൾ ചെയ്തതിന് ശേഷം എംബ്രിയോ സാക്ക് എത്തുന്നവരെ സംഭവിക്കുന്നത്. പോളൻ ട്യൂബ് ഫോം ചെയ്യും, ആ പോളൻ ട്യൂബ് ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്യുന്നത് സിനർജിഡ്സിന്റെ റെസ്പോൺസ് ടുവേർഡ്സ് ആയിരിക്കും. ഇനി ഗ്രോ ചെയ്യുന്നതിന് കൂടെ തന്നെ പോളൻ ഗ്രെയിന് ഡിവൈഡ് ആവും, ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്തിട്ട് മെയിൽ ഗമീറ്റ്സ് ആയിട്ട് ഫോം ചെയ്യും. എന്നിട്ട് എംബ്രിയോ സാക്കിൽ എത്തിയിട്ട് മൈക്രോപെല്ലർ എൻഡറിലാണ് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് വൺ ഓഫ് ദ ഡീജനറേറ്റീവ് സിനർജിഡ്സ് ഉള്ള അവർ എംബ്രിയോ സാക്കിലേക്ക് എൻ്റർ ചെയ്യും. അപ്പൊ ഇത്രയും പാർട്ട് എംബ്രിയോ സാക്കിൽ എത്തുന്നവരെ. ഇനി ആഫ്റ്റർ വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ദേ വിൽ എൻ്റർ ഇൻ ടു എംബ്രിയോ സാക്ക്, രണ്ടാമത്തെ പാർട്ടായിട്ട് പറയാം. അപ്പോൾ വാട്ട് ആഫ്റ്റർ എംബ്രിയോ സാക്കിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? അപ്പോൾ 2 മെയിൻ സ്റ്റെപ്പ് ആയിട്ട് പറയാം. നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ പറഞ്ഞാൽ ഇറ്റ്സ് എ യൂണീക്ക് ഇവന്റ് ടു ആൻജിയോസ്പെർംസ്. ആൻജിയോസ്പെർംസിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണെന്ത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ദാറ്റ് ഇൻക്ലൂഡ്സ് മെയിൻലി 2 സ്റ്റെപ്സ്. ആദ്യത്തെ എന്തായിരുന്നു, നമ്മുടെ സിംഗമി. അപ്പൊ സിംഗമിയിൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് 2 മെയിൽ ഗമീറ്റ് ഇല്ലേ, അതിൽ ഒരു മെയിൽ ഗമീറ്റ്, വൺ ഓഫ് ദ മെയിൽ ഗമീറ്റിന്റെ പ്ലോയിഡി എന്തായിരുന്നു, ഇറ്റ് വിൽ ബി ഹാപ്ലോയിഡ്, ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽ. ഫീമെയിൽ ഗമീറ്റ് ദാറ്റ് ഓൾസോ ഹാപ്ലോയിഡ്. അപ്പൊ 2 ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് അവർ എന്ത് ഫോം ചെയ്യും, ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. ഈ ഒരു സ്റ്റെപ്പാണ് സിംഗമി. എപ്പോഴും നിങ്ങൾ സിംഗമി എഴുതുമ്പോൾ പ്ലോയിഡിയും കൂടെ മെൻഷൻ ചെയ്യാം. ജസ്റ്റ് വെറുതെ മെയിൽ ഗമീറ്റ് അല്ലെങ്കിൽ എക്സെൽ ഫ്യൂസ് ചെയ്യുന്നു സൈഗോട്ട് ഉണ്ടാവുന്നു എന്ന് എഴുതുന്നതിന് കുറച്ചുകൂടെ ഇമ്പാക്ട് കിട്ടും നിങ്ങൾ അതിന്റെ പ്ലോയിഡി കൂടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രിപ്പിൾ ഫ്യൂഷൻ. എന്ന് വെച്ചാൽ 2 മെയിൽ ഗമീറ്റ് ഉണ്ടല്ലോ, രണ്ടാമത്തെ മെയിൽ ഗമീറ്റ്, ദ സെക്കൻഡ് വൺ മെയിൽ ഗമീറ്റ് അഗെയിൻ പ്ലോയിഡി ഹാപ്ലോയിഡ് ആണ്, fuses with diploid fused polar nuclei. ഫ്യൂസ് ചെയ്തിട്ടുള്ള പോളാർ ന്യൂക്ലിയർ കൂടെ ബൈൻഡ് ചെയ്യും. ഫ്യൂസ് ചെയ്തിട്ടുള്ള പോളാർ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ അവിടെ പ്ലോയിഡി 2n ആയിരിക്കും. അപ്പൊ എന്ത് ഫോം ചെയ്യും, ഒരു ഡിപ്ലോയിഡ് സെൽ ഒരു ഹാപ്ലോയിഡ് സെല്ലും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് നമുക്കൊരു ട്രിപ്ലോയിഡ് സെല്ല് കിട്ടും. അതാണ് എന്ത്, പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് 3. അപ്പൊ ഇതാണ് 2 സ്റ്റെപ്സ്. അതായത് നമ്മുടെ എംബ്രിയോ നമ്മുടെ എന്താ പറയാ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ യൂണീക്ക് ഇവന്റ് ടു ആൻജിയോസ്പെർംസ് പറഞ്ഞില്ലേ. കാരണം ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ മെയിൽ ഗമീറ്റ് എക്സലായിട്ട് ഫ്യൂസ് ചെയ്ത് ഫസ്റ്റ് ഫ്യൂഷനും രണ്ടാമത് ഫ്യൂസ്ഡ് പോളാർ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്ത് രണ്ടാമത്തെ ഫ്യൂഷൻ നടക്കും. അങ്ങനെ 2 ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഗ്രൂപ്പാണ് ഇത് ആൻജിയോസ്പെർംസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ വാട്ട് വിൽ ഹാപ്പൻസ് ടു എന്നുള്ളതിന്റെ ഉത്തരം. സോ ജെർമിനേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ആൻഡ് മെൻഷനിങ് ദ പ്ലോയിഡി ഓഫ് ദ എൻഡ് പ്രൊഡക്റ്റ്. എന്തൊക്കെ എൻഡ് പ്രൊഡക്റ്റ്, നമ്മുടെ ഒന്ന് സൈഗോട്ടും പിന്നെ ഒന്ന് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. സൈഗോട്ടിന്റെ പ്ലോയിഡി ആണെങ്കിൽ ഡിപ്ലോയിഡ് ആണ്, പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണെങ്കിൽ അത് ട്രിപ്ലോയിഡ് ആണ്. ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട്, why does the development of endosperm precedes that of the embryo? എന്തുകൊണ്ടാണ് എൻഡോസ്പെർം ഡെവലപ്മെന്റ് ആദ്യവും പിന്നെ എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത്? നമുക്കറിയാം എംബ്രിയോയ്ക്ക് വേണ്ടിയുള്ള നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്, എൻഡോസ്പെർം. അപ്പം എംബ്രിയോ ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് എൻഡോസ്പെർം നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ഫുഡ് കിട്ടുമോ? ഇല്ല. സോ ദാറ്റ്സ് എ റീസൺ. എൻഡോസ്പെർം നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കണം, എന്നാലേ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ഫുഡായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻഡോസ്പെർം വിൽ ഡെവലപ്പ് ഫസ്റ്റ്, ദെൻ ഓൺലി എംബ്രിയോ വിൽ ഡെവലപ്പ്. അണ്ടർസ്റ്റുഡ്? Okay, so let's move to next question. The functional megaspore of an angiosperm develop into. Direct question ആണ്, ഒരു മെഗാസ്പോർ പിന്നെ എന്തായിട്ട് മാറും എന്നുള്ളത്. സോ മെഗാസ്പോർ ഡയറക്ട്ലി മെച്ചൂർ ഇൻടു വാട്ട്, ഓവർ എംബ്രിയോ സാക്ക്. മെഗാസ്പോർ ആണെങ്കിൽ അത് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് ആയിട്ട് മാറും. അതേസമയം മൈക്രോസ്പോർ ആണെങ്കിൽ അത് മെയിൽ ഗമീറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, 1 മാർക്ക് നമ്മുടെ ഒബ്ജക്റ്റിൽ വരുന്ന 1 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
Okay, so we can go to next one. The part of the ovule that develops into protective coats of a seed after fertilization in a typical flowering plant. Post-fertilization event വരുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വാട്ട് വിൽ ഹാപ്പൻ, നമ്മുടെ സീഡ് കോട്ട് എന്തായിട്ട് സീഡ് കോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗം ഏതാണ്? നമുക്കറിയാം സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒവ്യൂളാണ്. ഞാൻ കുറച്ച് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ മോഡിഫിക്കേഷൻ എഴുതാം അല്ലെങ്കിൽ ഇവൻസ് എഴുതാം. ഒവ്യൂൾ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു seed. After fertilization what will happen? The fertilized ovule will be converted into seed. Then the integuments of ovule എന്ന് പറഞ്ഞാൽ ഒവ്യൂളിന്റെ കവറിംഗ് ആ, അതെന്തായിട്ട് മാറും? സീഡിന്റെ കവറിംഗ് ആയിട്ട് മാറും. സോ ഇന്റഗ്യുമെന്റ്സ് ഓഫ് ഒവ്യൂൾ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ദ സീഡ് കോട്ട്. ഔട്ടർ ഇന്റഗ്യുമെന്റും ഇന്നർ ഇന്റഗ്യുമെന്റും ഉണ്ട്. ഔട്ടർ ഇന്റഗ്യുമെന്റ് ടെസ്റ്റ് ആയിട്ടും ഇന്നർ ഇന്റഗ്യുമെന്റ് ടെക്മൻ ആയിട്ടും കൺവേർട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഓവറി ക്വസ്റ്റ്യൻ ഇല്ല, എന്നാലും നിങ്ങൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് പഠിക്കുമ്പോൾ കൂടെ പഠിക്കാം. ഓവറി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫ്രൂട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്രൂട്ട് വാളായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഇതിനാണ് മേജർ ആയിട്ടുള്ള നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്: ഓവറി, ഒവ്യൂള്, ഇന്റഗ്യുമെന്റ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ ഉത്തരം എന്താ വരിക? ദ പാർട്ട് ഓഫ് ദ ഒവ്യൂൾ ദാറ്റ് ഡെവലപ്സ് ഇൻടു പ്രൊട്ടക്റ്റീവ് കോട്ട്സ് ഓഫ് എ സീഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ എ ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റ് ഈസ് ഇന്റഗ്യുമെന്റ്സ്. തേർഡ് ആയിരിക്കും ഓപ്ഷൻ വരിക. ഓക്കെ, again ഒരു ഒബ്ജക്റ്റീവ് ആണ്. In which one of the following floral plants are many embryos formed in the seeds without fertilization of the egg cell? So without fertilization means there is a apomixis condition. So many embryos, polyembryon also commonly we can see in the citrus plant. അപ്പോമിക്സിസും പോളിഎംബ്രിയോണും എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോമിക്സിസ് മീൻസ് ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് നമ്മൾ സീഡ് ഫോം ചെയ്യുന്ന കണ്ടീഷനാണ് അപ്പോമിക്സിസ്. അതുപോലെ തന്നെ പോളിഎംബ്രിയോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എംബ്രിയോസ്, ഒരു സീഡിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് എംബ്രിയോസ് വരുന്ന കണ്ടീഷനാണ് എന്ത്? പോളിഎംബ്രിയോണി. കോമൺലി നമുക്ക് എന്തിൽ കാണാം? സിട്രസിൽ കാണാം. ഇനി നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ എനി ഒരു സബ്ജക്റ്റീവ് പാർട്ടാണ്. എക്സ്പ്ലെയിൻ എനി 4 devices that flowering plants have developed to encourage cross pollination. ക്രോസ് പോളിനേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കാണിക്കുന്ന കുറച്ച് ഡിവൈസസ്. ക്രോസ് പോളിനേഷൻ എൻകറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആണ് അവർ ചോദിക്കുന്നത്. സോ വാട്ട് ആർ ദ 4 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. എന്തിനാണ് നമ്മൾ എപ്പോഴും ഈ ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം? വാട്ട് ഈസ് ആക്ച്വലി റോങ് വിത്ത് സെൽഫ് പോളിനേഷൻ? സെൽഫ് പോളിനേഷൻ കണ്ടിന്യൂസ്ലി നടന്നു കഴിഞ്ഞാൽ അവിടെ ഇൻബ്രീഡിംഗ് ഡിപ്രഷനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വേരിയേഷൻസ് കുറയും, പ്ലാന്റിന്റെ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ടാവും, കുറയും. അതുകൊണ്ട് പ്ലാന്റ്സ് നോർമലി, പ്ലാന്റ്സ് അല്ല ഏതൊരു ഓർഗാൻസ് ആണെങ്കിലും നോർമലി സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ പ്രൊമോട്ട് ചെയ്യില്ല. എവറി വൺ വിൽ പ്രൊമോട്ട് വാട്ട് ഓൺലി? ക്രോസ് പോളിനേഷൻ ഓൺലി. സോ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദ ക്രോസ് പോളിനേഷൻ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് കുറച്ച് ഫീച്ചേഴ്സ് കാണിക്കും. ആ ഫീച്ചേഴ്സ് ആണ് നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ യൂണിസെക്ഷുവാലിറ്റി. യൂണിസെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ ഒരു ഫ്ലവറിൽ ഒരു സെക്സ് ഓർഗൻ മാത്രം ഉള്ളെങ്കിൽ അവർക്ക് സെൽഫ് പോളിനേഷൻ വളർത്താനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ലാലോ, ക്രോസ് പോളിനേഷൻ നടക്കുള്ളൂ. ആ ഒരു ഫീച്ചറാണ്. എന്ന് വെച്ചാൽ ഒരു സെക്സ് ഓർഗൻ, ഒരു മെയിൽ, ഒരു ഫ്ലവറിൽ ഒരു സെക്സ് ഓർഗൻ മാത്രം, ഏതർ ഫീമെയിൽ വൺ ഓർ എ മെയിൽ വൺ. അപ്പോൾ എന്തായാലും അവരുടെ ഇടയിൽ ക്രോസ് പോളിനേഷൻ നടക്കുള്ളൂ, സെൽഫ് പോളിനേഷനുള്ള ചാൻസ് ഇല്ല. സോ യൂണിസെക്ഷുവാലിറ്റി ഈസ് വൺ ഓഫ് ദ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ്. സെക്കൻഡ് വൺ ഈസ് യൂണിസെക്ഷുവാലിറ്റി കാണിക്കുന്ന കുറച്ച് പ്ലാന്റ്സിന്റെ പേരൊക്കെ നമ്മുടെ NCERT പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട്? ഒന്ന് നമ്മുടെ വാലിസിനേറിയ, പിന്നെ മെയ്സ് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ഇനി രണ്ടാമത്തെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി പേര് തന്നെ വ്യക്തമാണ്, സ്വന്തം ഇൻകോമ്പറ്റബിൾ ആവുക. അതായത് ഓവറോൾ കൈൻഡിന്റെ പോളൻ ഗ്രെയിൻ വരുമ്പോൾ ആ പോളൻ ഗ്രെയിന് സ്വന്തം സ്റ്റിഗ്മയിൽ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ആ അവസ്ഥയാണ് എന്ത്? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അപ്പോൾ അതുവഴി എന്ത് തടയാം? സെൽഫ് പോളിനേഷൻ തടയാം. സോ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആൻഡ് ഇറ്റ്സ് എ ജനറ്റിക്കലി കൺട്രോൾഡ് മെക്കാനിസം. ഇറ്റ് ഈസ് ജനറ്റിക്കലി കൺട്രോൾഡ്. ഇറ്റ്സ് ഇൻകോമ്പാറ്റിബിലിറ്റി ടുവാർഡ്സ് എ സെൽഫ്. ഇനി തേർഡ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആണ് ഡൈക്കോഗമി. എന്ന് വെച്ചാൽ ഡിഫറെന്റ് മെച്ചുറേഷൻ ടൈം ഫോർ ആൻഡ്രേഷ്യം ആൻഡ് ഗൈനേഷ്യം. ഡിഫറെന്റ് മെച്ചുറേഷൻ ടൈം for the sex organs.
അപ്പൊ ഇവിടെ നിന്ന് നടക്കുന്ന വെച്ചാൽ ഒന്നുകിൽ ആൻഡ്രേഷ്യം ആദ്യം ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആദ്യം മെച്ചൂർ ആവും, അതിനുശേഷം മാത്രമേ ഗൈനേഷ്യം മെച്ചൂർ ആവുള്ളൂ. അതല്ലെങ്കിൽ ആദ്യം ഗൈനേഷ്യം മെച്ചൂർ ആവും, അതിനുശേഷം മാത്രമേ ആൻഡ്രേഷ്യം മെച്ചൂർ ആവും. അങ്ങനെ ഡിഫറെന്റ് മെച്ചുറേഷൻ ടൈം കാണിച്ചാൽ അവരൊരു സിംഗിൾ ബൈസെക്ഷൽ ഫ്ലവറിൽ പോളിനേഷൻ നടക്കുമോ? ഇല്ല, രണ്ടും ഒരേ സമയത്ത് മെച്ചൂർ ആവണ്ടേ. അപ്പൊ ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യും? സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യും. സോ ഡൈക്കോഗമി ഇറ്റ്സ് എ ഡിഫറെന്റ് മെച്ചുറേഷൻ ടൈം ഫോർ ദ സെക്സ് ഓർഗൻ. ഇനി നാലാമത്തെ ഫീച്ചർ ആണ്, നമ്മൾ ഈ സെക്സ് ഓർഗൻ പ്ലേസ് ചെയ്യുമ്പോൾ അതൊരു ഡിഫറൻഷ്യൽ സെപ്പറേഷൻ വരുത്തും. സോ ദ ഡിഫറെന്റ് പൊസിഷൻ ഫോർ positioning of sex organs. രണ്ട് സെക്സ് ഓർഗൻസിൽ നമ്മളൊരു സ്പേഷ്യൽ ഡിഫറൻസസ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് നടക്കില്ല? സെൽഫ് പോളിനേഷൻ നടക്കില്ല, ക്രോസ് പോളിനേഷൻ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് വെച്ചാൽ ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് കാണിക്കുന്ന ചില ഫീച്ചേഴ്സ്. ആ ഫീച്ചേഴ്സ് എപ്പോഴും വരുന്നതാണ്, ഞാൻ എപ്പോഴും പറയുന്നു, ഇപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരുന്ന ഒരു പാർട്ടാണ്. 4 പോയിന്റ് കറക്റ്റ് പഠിക്കുക. യൂണിസെക്ഷുവാലിറ്റി, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി, ഡൈക്കോഗമി ആൻഡ് ദ സ്പെഷ്യൽ ഡിഫറൻസ് ദ സെക്സ് ഓർഗൻസ് ഈസ് ഹാവിങ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. സോറി, അതിൽ രണ്ടാമത്തെ പാർട്ട് ഉണ്ടോ? ഓക്കെ, അഗൈൻ സെക്കൻഡ് പാർട്ട് ഉണ്ട്. വൈ ഡു പ്ലാന്റ്സ് ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ? സ്റ്റേറ്റ് എനി വൺ ഓഫ് ദ റീസൺ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് പ്ലാന്റ്സ് സെൽഫ് പോളിനേഷൻ ഡിസ്കറേജ് ചെയ്യുന്നത്. വൈ ദേ ആർ നോട്ട് പ്രൊമോട്ടിങ് സെൽഫ് പോളിനേഷൻ? അതിനാകെ മെയിനായിട്ട് രണ്ട് റീസൺ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന്, മെയിൻ ഇമ്പോർട്ടൻറ്റ്, സെൽഫ് പോളിനേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേരിയേഷൻസ് ഉണ്ടാവില്ല. വേരിയേഷൻസ് ഉണ്ടാവില്ലെങ്കിൽ നമ്മൾ ഇവല്യൂഷണറി അത്ര എന്താവില്ല, അഡാപ്റ്റഡ് ആവില്ല. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, കണ്ടിന്യൂഡ് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ് ടു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അത് പ്ലാന്റിന്റെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യും. സോ ദീസ് ആർ ദ 2 reasons why the self pollination not occurs in plants. The self pollination is not promoted in plants. Clear alle? One, it will lead to inbreeding depression, that you can write, or it will not generate variations. 2 points. So the next one, in a fertilized ovule of an angiosperm, the cells in which haploid, diploid, triploid conditions respectively occurs in. പ്ലോയിഡി ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു എംബ്രിയോ സാക്കിൽ അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഒവ്യൂള് എംബ്രിയോ സാക്ക് അല്ല, ഫെർട്ടിലൈസ്ഡ് ഒവ്യൂളിലുള്ള ഡിഫറെന്റ് സെൽസിന്റെ പ്ലോയിഡി. അപ്പൊ ഇതിൽ ആന്റിബോഡൽ സെൽസിന്റെ ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആന്റിബോഡൽ സെൽസിന്റെ പ്ലോയിഡി എന്താണ്? അത് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്, ദാറ്റ് വിൽ ബി ഹാപ്ലോയിഡ്. സൈഗോട്ടോ, സൈഗോട്ട് ആഫ്റ്റർ ദ ഡബിൾ സിംഗമിയാണ്, ദാറ്റ് ആഫ്റ്റർ ദ ഫ്യൂഷൻ ഇറ്റ് ബിക്കം ഡിപ്ലോയിഡ്. എൻഡോസ്പേം, എൻഡോസ്പേം ഇസ് എ റിസൾട്ട് ഓഫ് ട്രിപ്പിൾ ഫ്യൂഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞാൽ എൻഡോസ്പേമിന്റെ പ്ലോയിഡി എന്താ? 3N അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടിയല്ലോ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയല്ലേ കറക്റ്റ്. ആന്റിപോഡൽ, സൈഗോട്ട്, എൻഡോസ്പേം. എനിവേ നമുക്ക് ബാക്കിയുള്ള അതിന്റെ പ്ലോയിഡും കൂടെ ഡിസ്കസ് ചെയ്ത് കളയാം. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, ന്യൂസെലസ് സെൽസ് ഡിപ്ലോയിഡ് ആണ്, എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്. Endosperm, nucellus, dizygote, antipodal, synergids, integument. Integument is a part of ovule, so that also will be diploid. Ploidy ശ്രദ്ധിക്കണേ, ഒവ്യൂളിന്റെയും എംബ്രിയോ സാക്കിന്റെയും പ്ലോയിഡി ലെവൽസ് ചോദിക്കാം. ഓക്കെ, സോ അടുത്തൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അഗൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് ലേബലിംഗ്സ് ഇൻ ദ ഗിവൺ ഫിഗർ ഓഫ് എ ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്ക്. നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്കിന്റെ ഡയഗ്രാം, ഇപ്പൊ എക്സാക്ട് ഡയഗ്രാം അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പാർട്ട് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ എ എന്താണ്? നമ്മുടെ സിനർജിഡ്സ് ആണ്, ഡീജനറേറ്റിംഗ് സിനർജിഡ്സ്. ഡീജനറേറ്റിംഗ് സിനർജിഡ്സ്. ബി നമ്മുടെ സിംഗമി കഴിഞ്ഞതിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള എന്താണ്? സൈഗോട്ട്. സി ന്യൂക്ലിയസ്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഡി ഡീജനറേറ്റിംഗ് ആന്റിപോഡൽസ്. എക്സാക്ട് NCERT പിക്ചർ മാത്രമേ അവർ NCERT എക്സാമിന് തരുള്ളൂ നിങ്ങളുടെ ബോർഡ് എക്സാമിന്. അപ്പോൾ എല്ലാ ഡയഗ്രാം നമ്മുടെ സെക്ഷൽ റിപ്രഷനിൽ ഒരുപാട് ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡയഗ്രാം നിങ്ങൾ ലേബൽ അടക്കം ഏത് ഭാഗത്താണ് വരുന്നത് ജസ്റ്റ് ശ്രദ്ധിച്ച് പോകണേ. സോ ഡീജനറേറ്റിംഗ് ആന്റിപോഡൽസ്. അപ്പൊ ഇത്രയാണ് പാർട്ട് വരുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. എ ഡീജനറേറ്റിംഗ് സിനർജിഡ് ആൻഡ് ബി സൈഗോട്ട്, C primary endosperm nucleus and D degenerating antipodals. B second option will come. Okay, again diagram ആണ്. So observe the picture of Commelina plant. Okay, plant അവർ തന്നിട്ടുണ്ട് Commelina plant bearing 2 types of flowers given above. Okay, നേരത്തെ നമ്മൾ വന്നിട്ടുള്ള ഓക്സാലിസ് വയോളയുടെ കൂടെ വരുന്ന ഒരു പ്ലാന്റ് ആണ് എന്ത്?
Commelina. So that kind of plants have one special feature, and they have special feature. അവർ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് ക്ലോസ്ഡ് ഫ്ലവേഴ്സും പിന്നെ ഒന്ന് ഓപ്പൺ ഫ്ലവേഴ്സും. ആ ക്ലോസ്ഡ് ഫ്ലവേഴ്സിന്റെ പേരാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. അതാണ് ഈ ബി. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ക്ലോസ്ഡ് ഫ്ലവർ. അവർ തുറക്കില്ല, ക്ലോസ്ഡ് ഫ്ലവേഴ്സ്. പിന്നെ വരുന്ന എ, ഇത് ഓപ്പൺ ഫ്ലവേഴ്സ്. ഓപ്പൺ ഫ്ലവേഴ്സ് ആർ നോൺ ആസ് ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്. ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ ഫ്ലവേഴ്സ്. വയോള, കമലീന, അതുപോലെ തന്നെ ഓക്സാലിസ്, ഈ മൂന്ന് പ്ലാന്റ്സ് കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ദേ വിൽ പ്രൊഡ്യൂസ് ടു ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഒന്ന് ക്ലോസ്ഡ് ഫ്ലവേഴ്സ്, പിന്നെ ഒന്ന് ഓപ്പൺ ഫ്ലവേഴ്സ്. സോ ഐഡന്റിഫൈ ദ ടു ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ലേബിൾഡ് ആസ് എ ആൻഡ് ബി. നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, കമ്പയർ ദ ടു ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് വിത്ത് റെഫറൻസ് ടു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അതും നമ്മൾ പറഞ്ഞല്ലോ, ഒന്ന് ഓപ്പൺ ഫ്ലവർ ആണ്, പിന്നെ ഒന്ന് ക്ലോസ്ഡ് ഫ്ലവർ ആണ്. മോഡ്സ് ഓഫ് പോളിനേഷൻ, അത് നമുക്കിനി ചെയ്യാം. അപ്പൊ ചാസ്മോഗാമസ് ഓപ്പൺ ഫ്ലവർ. ഓപ്പൺ ഫ്ലവർ ആണെങ്കിൽ അതിൽ എന്തൊക്കെ ടൈപ്പ് പോളിനേഷൻ നടക്കും? നമുക്ക് മെയിൻലി 3 മോഡ്സ് ഓഫ് പോളിനേഷൻ ഉള്ളത്. ഒന്ന് സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി, പിന്നെ ഒന്ന് ഗെയ്റ്റനോഗമി, പിന്നെ ഒന്ന് ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ സീനോഗമി. അപ്പൊ സെൽഫ് പോളിനേഷൻ ഫസ്റ്റ് വൺ ഓട്ടോഗമി എന്ന് വെച്ചാൽ ഒരു ഫ്ലവർ തന്നെ ഉള്ള മെയിലും ഫീമെയിലും തമ്മിലുള്ള പോളിനേഷൻ ആണ് എന്ത്? ഓട്ടോഗമി, സെൽഫ് പോളിനേഷൻ. പിന്നെ വരുന്നതാണ് ഗെയ്റ്റനോഗമി. ഗെയ്റ്റനോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിലുള്ള ഡിഫറെന്റ് ഫ്ലവേഴ്സ്. ഓക്കെ, ഓട്ടോഗമി എന്ന് വെച്ചാൽ സെയിം ഫ്ലവറിലുള്ള സെക്സ് ഓർഗൻസ് തമ്മിലുള്ള സെക്സ് പോളിനേഷൻ ആയിരുന്നു. ഗെയ്റ്റനോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് അവർ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ ആണ് എന്ത്? ഗെയ്റ്റനോഗമി. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആണ് സീനോഗമി, ക്രോസ് പോളിനേഷൻ എന്ന് വെച്ചാൽ ഡിഫറെന്റ് പ്ലാന്റ്സ് തമ്മിലുള്ള പോളിനേഷൻ. ഡിഫറെന്റ് പ്ലാന്റ്സ്, എൻ്റെ ഡിഫറെന്റ് പ്ലാന്റ്സ് തമ്മിലുള്ള പോളിനേഷൻ ആണ് എന്ത്? ക്രോസ് പോളിനേഷൻ. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചാസ്മോഗാമസ് ഓപ്പൺ ഫ്ലവേഴ്സ് ആണ്. ഓപ്പൺ ഫ്ലവേഴ്സ് ആകുമ്പോൾ അവർക്ക് എന്താ അണ്ടർഗോ ചെയ്യാം? സീനോഗമി അണ്ടർഗോ ചെയ്തൂടെ? ക്രോസ് പോളിനേഷൻ നടത്തിക്കൂടെ? നടത്താം. രണ്ടാമത്തത് ഗെയ്റ്റനോഗമിയും പോസിബിൾ അല്ലേ? ഗെയ്റ്റനോഗമി ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് പോളിനേഷൻ നടത്തിക്കൂടെ? പോസിബിൾ ആണ്. അതേസമയം അവർക്ക് ഓട്ടോഗമി നടത്താലോ? സെൽഫ് പോളിനേഷൻ പോസിബിൾ അല്ലേ? ബൈസെക്ട് ഫ്ലവേഴ്സ് ആകുമ്പോൾ ഓഫ് കോഴ്സ് ദേ ക്യാൻ ഡു സെൽഫ് പോളിനേഷൻ. അപ്പോൾ ഓട്ടോഗമിയും പോസിബിൾ ആണ്. സോ ഓൾ മോഡ്സ് ഓഫ് പോളിനേഷൻ ഇസ് പോസിബിൾ ഫോർ ഹൂ? ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്. ബട്ട് ക്ലീസ്റ്റോഗാമസിന് ഈ ടൈപ്സ് ഒക്കെ എല്ലാം പോസിബിൾ ആണോ? അവർക്ക് സീനോഗമിയും ഗെയ്റ്റനോഗമിയും പോസിബിൾ ആണോ? അവർ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് അല്ലേ? അപ്പോൾ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആകുമ്പോൾ ഇതിന്റെ ഉള്ളിലല്ലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ പോളിനേഷൻ നടക്കുള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്ന് എവിടെയെങ്കിലും പോളൻ ഗ്രെയിൻ ഇതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ആകെ എന്ത് മാത്രമേ നടക്കുള്ളൂ? സെൽഫ് പോളിനേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓട്ടോഗമി മാത്രമേ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിന് പോസിബിൾ ആയിട്ടുള്ളൂ. Okay, so mode of pollination in two types of plants, ചാസ്മോഗാമസിലും ക്ലീസ്റ്റോഗാമസിലും. ചാസ്മോഗാമസ് ഓപ്പൺ ഫ്ലവേഴ്സ് ആണ്, ഓൾ മോഡ്സ് ഓഫ് പോളിനേഷൻ പോസിബിൾ ആണ്. ക്ലീസ്റ്റോഗാമസ് ക്ലോസ്ഡ് ഫ്ലവർ ആണ്, ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഓട്ടോഗമി മാത്രമേ പോസിബിൾ ഉള്ളൂ. ഗെയ്റ്റനോഗമിയും സീനോഗമിയും പോസിബിൾ അല്ല. സോ അതും കഴിഞ്ഞു. ഇനി ലിസ്റ്റ് എനി ടു ഔട്ട് ബ്രീഡിംഗ് റിവേഴ്സിംഗ് ഫ്ലവറിംഗ് പ്ലാന്റ്, എക്സ്പ്ലെയിൻ വൈ ഡു പ്ലാന്റ്സ് ഡെവലപ്പ് സച്ച് റിവേഴ്സ്. നേരത്തെ വന്ന അതേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞാണ് ഔട്ട് ബ്രീഡിംഗ് റിവേഴ്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി ഇവിടെ അവർ 2 ഔട്ട് ബ്രീഡിംഗ് റിവേഴ്സ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 2 ഓപ്ഷൻസ് അതിൽ എഴുതാം. ഓക്കെ, അടുത്ത പ്രോസസ്. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇൻ ആൻജിയോസ്പെർമ്സ്. അഗൈൻ നമ്മൾ ചെയ്തതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. നിങ്ങൾ എന്തൊക്കെ പോയിന്റ് എംഫസൈസ് ചെയ്യണം? ഒന്ന് സിംഗമി, പിന്നൊന്ന് ട്രിപ്പിൾ ഫിഷൻ. എക്സ്പ്ലെയിൻ വിത്ത് അലോങ് വിത്ത് ദ പ്ലോയിഡി. പ്ലോയിഡി ലെവലിൽ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഡെവലപ്മെന്റ് ഓഫ് എൻഡോസ്പെർം ഇൻ എ കോക്കനട്ട്. ഇത് പുതിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എങ്ങനെയാണ് കോക്കനട്ടിലെ എൻഡോസ്പെർം ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പോൾ കോക്കനട്ടിലെ എൻഡോസ്പെർമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് 2 ടൈപ്പ് എൻഡോസ്പെർം ഉണ്ട്. ഒന്ന് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമും. They have 2 types of endosperm. One is free nuclear endosperm. Free nuclear endosperm. പിന്നെ ഒന്ന് സെല്ലുലാർ എൻഡോസ്പെർം. അപ്പോൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് വാട്ടർ ഇല്ലേ, കോക്കനട്ട് വാട്ടർ ആണ് ആക്ച്വലി നമ്മുടെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം സെല്ലുലാർ എൻഡോസ്പെർം ആണെങ്കിലോ നമ്മുടെ വൈറ്റ് കേണലിലെ കോക്കനട്ടിന്റെ വൈറ്റ് കേണൽ, ആ പാർട്ടാണ് എന്ത്? അതിന്റെ സെല്ലുലാർ എൻഡോസ്പെർം.
അപ്പം ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമും സെല്ലുലാർ എൻഡോസ്പെർമും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ബ്രീഫ്ലി ഒന്ന് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്, അതായത് ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞിട്ട് മേൽഗമീറ്റും പോളാർ ന്യൂക്ലിയും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടാവും. ആ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യും. നിങ്ങൾക്കറിയണം, ഓരോ സെൽ ഡിവിഷൻ കഴിയുമ്പോഴും നോർമലി എന്ത് ഫോം ചെയ്യണം? സൈറ്റോപ്ലാസം കൂടെ ഡിവൈഡ് ചെയ്തിട്ട് സെൽ വാൾ ഫോം ചെയ്യണ്ടേ? പക്ഷെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമിന്റെ കേസിൽ അങ്ങനെ സെൽ വാൾ ഫോം ചെയ്യില്ല. അവർ ന്യൂക്ലിയസ് മാത്രം കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യും. അതാണ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ. ന്യൂക്ലിയസ് വിൽ ഡിവൈഡ് വിത്തൗട്ട് സെൽ വാൾ ഫോർമേഷൻ. അപ്പോൾ നമുക്കൊരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ കിട്ടും. ആ ഒരു കണ്ടീഷനിൽ വരുന്ന എൻഡോസ്പെർം ആണ് ആര്? ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം. പക്ഷെ സെല്ലുലാർ എൻഡോസ്പെർം അങ്ങനെയല്ല. സെല്ലുലാർ എൻഡോസ്പെർം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ സൈമൾട്ടേനിയസ് സെൽ വാൾ അവിടെ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ സെൽ ഡിവിഷൻ കഴിഞ്ഞാലും കറക്റ്റ് സെല്ലുലാർ ആയിട്ട് നമുക്ക് എൻഡോസ്പെർം കിട്ടും. അപ്പോൾ ഫസ്റ്റ് കേസിൽ എല്ലാ ന്യൂക്ലിയർ ഡിവിഷനും കഴിഞ്ഞതിന് ശേഷമാണ് സെൽ വാൾ ഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ ന്യൂക്ലിയസ് ഡിവിഷൻ നടക്കുന്നതിന് കൂടെ തന്നെ സെൽ വാളും കൂടെ ഫോം ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് സെല്ലുലാർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? എൻഡോസ്പെർം കിട്ടും. സോ ദാറ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം ആൻഡ് സെല്ലുലാർ എൻഡോസ്പെർം. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. കോക്കനട്ടിന്റെ കേസ് എക്സ്പെഷ്യലി ചോദിക്കാവുന്നതാണ്. ഓക്കെ, എഗെയിൻ ഡയഗ്രാം ആണ്. ഞങ്ങൾ പറഞ്ഞു സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട്. എല്ലാ ഡയഗ്രാം അവർക്ക് എന്താക്കാം? ക്വസ്റ്റ്യൻ ആക്കാം. നീറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബോർഡ് എക്സാം ആയിക്കോട്ടെ. ഇത് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻസ് ഡയഗ്രാംസ് ഒരുപാട് ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ഇതുപോലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇതൊക്കെ മെയിനായിട്ട് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു ഡയഗ്രാം ഉണ്ടെങ്കിൽ ആ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് അധികം കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റ്, മെഗാസ്പോറോജനസിസ്, മൈക്രോസ്പോറോജനസിസ്, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പോളൻ, എന്താ പറയുക, പോളൻ ഗ്രെയിൻ, ഓർ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ആന്തർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ഡയഗ്രാംസ് യൂസ് ചെയ്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക മാർക്ക് കിട്ടും. അതിൽ ഒരു പൊടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. ടീച്ചേഴ്സിന് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. സോ ഇത് എന്തിന്റെ ഡയഗ്രാം ആണ്? ഒരു സെക്ഷൻ ഓഫ് യങ് ആന്തർ ഓഫ് ആൻ ആൻജിയോസ്പെർംസ്. അപ്പോൾ ഒരു ആന്തർ ഡയഗ്രാം ആണ്. നമുക്ക് ഇതിൽ പിക്ചേഴ്സ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്താൽ മതി. സോ എ പാർട്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി ദെയർ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് പാർട്ട്. ബി ഇത് എൻഡോ എപ്പിഡെർമിസ്, താഴെയുള്ള ലെയർ. സോ എൻഡോതീസിയം. ഏതൊക്കെയായിരുന്നു നമ്മുടെ ആന്തർ വാൾസ്? ഔട്ടർ ടു ഇന്നർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാ പറയാ? ഔട്ടർ എപ്പിഡെർമിസ്, അത് കഴിഞ്ഞ് തൊട്ടുള്ളിൽ എൻഡോതീസിയം, അതിന്റെ ഉള്ളിൽ മിഡിൽ ലെയർ, ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് ടപ്പീറ്റം. അപ്പൊ ഇതിൽ രണ്ടാമത്തെ ലെയർ ആണ് അവർ കൊടുത്തിരിക്കുന്നത് എൻഡോതീസിയം. എൻഡോതീസിയം ആണ് പോളൻ ഗ്രെയിൻ ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെഹിസ് ആവുക. ഇനി സി, ഇതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് അല്ലേ? മെച്യൂർ പോളൻ ഗ്രെയിൻസ് ആണ് സി, പോളൻ ഗ്രെയിൻ. ഓക്കെ, സോ നമുക്ക് ഒരു കറസ്പോണ്ടിങ് ആൻസർ ചെക്ക് ചെയ്യാം. സോ എ കണക്റ്റീവ്, ബി endothecium, C pollen grain. Which option is coming? First option. So first option is answer. Okay, so let's go to the next one. Refer to the Venn diagram given below. Select the option with correct examples of P, Q and R. ഒരു വെൻ ഡയഗ്രം ആണ്. നോർമലി നമ്മൾ വെൻ ഡയഗ്രം കണ്ടിട്ടുള്ളത് മാത്സിലുള്ള ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ ഇത് ബോട്ടണിയിൽ അവരെന്താണ് ഒരു വെൻ ഡയഗ്രം വെച്ച് ചോദിച്ചിരിക്കാൻ. പക്ഷെ ഒന്നുമില്ല, കുഴപ്പിക്കാനൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ P, Q, R മൂന്ന് പ്ലാന്റിന്റെ പേര് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം പി നമ്മൾ നോക്കുകയാണെങ്കിൽ പി ഡൈക്കോട്ട് ആണ്, അതേസമയം നോട്ട് എൻഡോസ്പെർമിക്. അപ്പം ഡൈക്കോട്ട് ആസ് വെൽ as നോൺ എൻഡോസ്പെർമിക്. ഡൈക്കോട്ട് ആസ് വെൽ as നോൺ എൻഡോസ്പെർമിക്. ഇനി നമുക്ക് നോക്കാം പിയിൽ ഡൈക്കോട്ടും ആണ്, അതേസമയം നോൺ എൻഡോസ്പെർമിക് ആയിട്ടുള്ള ആരൊക്കെയുള്ളതെന്ന്. സോ ഇത് ഡൈക്കോട്ട്സ് ഏതൊക്കെയാണ്? നമ്മുടെ ബീനും പിയും. ബീനും പിയിലും രണ്ടുപേരും കാസ്റ്ററും ഡൈക്കോട്ടാണ്. പക്ഷേ കാസ്റ്റർ എൻഡോസ്പെർമിക് ആണ്. നമുക്കത് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന രണ്ട് ഓപ്ഷൻ, ഒന്ന് ബീനും ഒന്ന് പിയും ആണ്. ഓക്കെ, ബീനോ പിയോ ആയിരിക്കും. കോക്കനട്ട് അല്ല, കോക്കനട്ട് മോണോക്കോട്ടായിട്ട് വരണേ. ഇനി നമുക്ക് എൻഡോസ്പെർമിക് സീഡ് ക്യൂ നോക്കാം. ക്യൂ ഡൈക്കോട്ടും ആണ്, അതേസമയം എൻഡോസ്പെർമിക്കും ആണ്. അപ്പോൾ ഡൈക്കോട്ടും എൻഡോസ്പെർമിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കാസ്റ്റർ ആണ്. അപ്പോൾ കാസ്റ്റർ ആണ് സെക്കൻഡ് ക്യൂ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് പോസിബിൾ ആൻസർ ബി ആയിരിക്കും. എനിവേ നമുക്ക് ആറും കൂടെ ചെക്ക് ചെയ്യാം. 6 മോണോകോട്ട് വിത്ത് എൻഡോസ്പെർമിക് സീഡ്സ്. സോ മോണോകോട്ട് വിത്ത് എൻഡോസ്പെർമിക് സീഡ്സ്, വീറ്റ്, മെയ്സ്, ബാർലി എല്ലാം വരും. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ വരിക മെയ്സ്. സോ ബി ഈസ് ദ ഓപ്ഷൻ.
ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ചോദിച്ചു വരുന്നൊരു ഭാഗങ്ങളാണ് ഈ എൻഡോസ്പെർമിക് സീഡ്സ്, നോൺ എൻഡോസ്പെർമിക് സീഡ്സ്. ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ്, ആന്തർ മെച്ചുറേഷൻ, മെച്ചുർ ആന്തർ വാൾസ്, അതുപോലെ തന്നെ യങ് ആന്തർ വാൾസ് ലെയർ, ഇതൊക്കെ വരുന്ന ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.